ഹലോ എവരിവൺ. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ജീവിതത്തിൽ നമുക്ക് നിരാശയോ അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് മുക്തി നേടി മുമ്പോട്ട് കുതിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ചുറ്റിനും നമ്മൾ നോക്കിയാൽ ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ നിന്ന്, അത് ഒരു ചെറിയ പക്ഷിയെ നോക്കിയാൽ പോലും ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യം അതിൽ നിന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. ഇതിനെല്ലാം ഉപരി നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്ന നമ്മളുടെ സഹജീവികൾ, ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിനും കാണും. അതിൽ തന്നെ വളരെയധികം ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച് അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ജീവിതമുണ്ട്. നമുക്കൊക്കെ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരു ഇൻക്രെഡിബിൾ റോൾ മോഡൽ എന്ന് തന്നെ വിശേഷണം ഉള്ള ഒരു വ്യക്തിയാണ് പോൾ റിച്ചാർഡ് അലക്സാണ്ടർ. ഇരുമ്പ് ശ്വാസകോശവുമായി ജീവിച്ച ഒരു മനുഷ്യൻ. അങ്ങനെ കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ സുപരിചിതമായിരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊക്കെ ഒരുപാട് മോട്ടിവേഷൻ തരുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പോൾ റിച്ചാർഡ് അലക്സാണ്ടറിന്റെ ജീവിതവും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരിമിതികളെയും ജീവിതത്തിലുണ്ടായ വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. 1946 ജനുവരി 30 അമേരിക്കയിലാണ് പോൾ റിച്ചാർഡ് അലക്സാണ്ടർ ജനിച്ചത്. സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ കളിയും ചിരിയുമായി ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് 6-ാം വയസ്സിൽ ബാധിച്ച പോളിയോ ആയിരുന്നു. 1950 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ഒരു പോളിയോയുടെ തന്നെ ഔട്ട് ബ്രേക്ക് ആയിരുന്നു. എല്ലാ ഹോസ്പിറ്റലുകളിലും പോളിയോ ബാധിച്ച കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സമയം. നമ്മുടെ കുഞ്ഞ് പോളിനെ 1952 6-ാം വയസ്സിലാണ് പോളിയോ ബാധിച്ചത്. മറ്റുള്ള ഈ പോളിയോ ബാധിച്ച കുട്ടികളെ പോലെ തന്നെ അദ്ദേഹവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോൾ മാറ്റപ്പെടുകയാണ്. നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. വളരെ കളി ചിരിയുമായിട്ടല്ലേ ജനിച്ചപ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ 6 വയസ്സ് വരെ തുള്ളിച്ചാടി നടന്ന ഒരു കുട്ടി പെട്ടെന്നൊരു നിമിഷം വീണു പോകുന്നു. അതും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. അത് ആ കുട്ടിയെ സംബന്ധിച്ചായാലും അതോടൊപ്പം അതിന്റെ പേരൻസിനെ സംബന്ധിച്ചായാലും എല്ലാം തന്നെ വളരെയധികം വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ കുഞ്ഞു പോളിന് 18 മാസത്തോളം ആശുപത്രിയിൽ തുടരേണ്ടി വന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പോളിന്റെ കൂട്ടത്തിൽ ആ പോയ അവസ്ഥയിലായിരുന്നില്ല പോൾ തിരിച്ചു വന്നത്. പാരാലിറ്റിക് പോളിയോ എന്ന് പറയുന്ന അവസ്ഥ ബാധിച്ച പോളിന് സ്വന്തമായി ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പോളിയോ കൊണ്ടുവന്നെത്തിച്ചു. സ്വന്തം ശരീരത്തില് തലയും കഴുത്തും വായും മാത്രം അനക്കാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലാണ് തുള്ളിച്ചാടി കളിച്ച പോള് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. സ്വന്തമായി ശ്വാസം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അയൺ ലങ് എന്ന് പറയുന്ന ഒരു മെറ്റൽ സിലിണ്ടർ നമ്മുടെ കുഞ്ഞു പോളിന്റെ കഴുത്തു മുതൽ താഴേക്ക് വരെ ഘടിപ്പിച്ചിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു കൂട്ടിലകപ്പെട്ട് സ്വന്തം കൈകാലുകൾ ചലിപ്പിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ 1-2 ദിവസമല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ കിടക്കേണ്ടി വരിക. എന്തൊരു ബുദ്ധിമുട്ടായ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആകെ തകർന്നു പോകുന്ന, അല്ലെങ്കിൽ എൻ്റെ വിധി, ആ ഒരു വാക്ക് വളരെയധികം ഹൈലൈറ്റ് ആണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഒരു പാളിച്ചകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിധി. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ കുഞ്ഞു പോളിനും എൻ്റെ വിധിയാണിത് എന്ന് പറഞ്ഞു മരണത്തെ കാത്ത് അല്ലെങ്കിൽ ആകെ ജീവിതം മടുത്ത് കിടക്കാമായിരുന്നു. പക്ഷേ പോളിന്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല. അവിടെ സ്വന്തം മനസ്സിന്റെ കരുത്തുകൊണ്ട് പോള് മുമ്പോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചു. 6 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സമയമല്ല. ആ കിടന്ന കിടപ്പിൽ തന്നെ പോളിയോയുടെ ആ ഒരു അവസ്ഥയിൽ ആയിട്ട് പോലും വീട്ടിൽ ഇരുന്നു കൊണ്ട് പോൾ പഠിക്കാൻ ആരംഭിച്ചു. ആ ഒരു സമയത്ത് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പഠനം തുടർന്നുകൊണ്ട് പോവുകയും നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഗ്രാജുവേഷൻ നേടുകയും ചെയ്തു. ഗ്രാജുവേഷൻ എക്കണോമിക്സിൽ നേടി. അതോടൊപ്പം നിയമബിരുദം അദ്ദേഹത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. നിയമബിരുദം നേടുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. സ്വന്തമായി ശ്വാസം പോലും എടുക്കാൻ സാധിക്കില്ലെങ്കിലും തന്റെ പരിമിതമായ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നാൽ കഴിയും വിധം ഈ അവസ്ഥയെ മറികടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഗ്ലോസോഫാരിഞ്ചൽ ബ്രീതിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അദ്ദേഹം സ്വയം പ്രാക്ടീസ് ചെയ്തു. അതും വളരെയധികം കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് അദ്ദേഹം പഠിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അയൺ ലങ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റൽ കേജിൽ നിന്ന് പുറത്ത് കടന്ന് സാധാരണ രീതിയിൽ ഇരിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ആ സമയവുമൊക്കെയും അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്റെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളത് നമ്മളുടെ എല്ലാവരും തന്നെ ലൈഫിൽ
പാഠമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പോളിന്റെ സഹോദരനായ ഫിലിപ്പ് അലക്സാണ്ടർ പോളിനെ കുറിച്ച് പറഞ്ഞത്, എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ ഞാൻ എൻ്റെ സഹോദരനെ കണ്ടിട്ടുള്ളൂ എന്നാണ്. ഒരു വാം പേഴ്സൺ ആയിരുന്നു എന്ന് പറയും. ഒന്നിനെ കുറിച്ചും അദ്ദേഹം പരാതി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു പോളിന്റെ സംസാരമെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ നൽകാനായിട്ട് തന്റെ സഹോദരന് കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും സഹോദരനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫിലിപ്പ് അലക്സാണ്ടർ പങ്കുവച്ചു. 2024 മാർച്ച് 11 തന്റെ 78ാമത്തെ വയസ്സിലാണ് പോൾ അലക്സാണ്ടർ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം നോക്കിയാൽ 72 വർഷത്തോളം ഈ മെറ്റൽ കേജിനുള്ളിൽ അല്ലെ ഈ അയൺ ലങ് ഉപയോഗിച്ചുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഇത്രമാത്രം മോട്ടിവേഷൻ നൽകുന്നത്? അല്ലെങ്കിൽ എന്ത് പാഠമാണ് നമുക്കൊക്കെ ഈ പോളിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? തന്റെ സാഹചര്യങ്ങൾ എത്രത്തോളം പരിമിതമായിരുന്നോ ആ ഒരു പരിമിതമായ സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ള ചിന്തയാണ് പോളിനെ മുമ്പോട്ട് നയിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ 6 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്നും ഒരുപാട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം ഒരു സ്വന്തമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരുദം അത് എക്കണോമിക്സിലും നേടിയിട്ടുണ്ട്, ലോയിലും നേടിയിട്ടുണ്ട്. അതോടൊപ്പം ഒരുപാട് കക്ഷികൾക്ക് വേണ്ടി കേസ് വാദിക്കാനും ഒക്കെയും അദ്ദേഹത്തിനെ മുൻപോട്ട് നയിച്ചത്, അല്ലെ പ്രചോദനമായിട്ടിരുന്നത്, ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലെ ഇതെന്റെ വിധിയാണ് എന്ന് കരുതി ഇരുന്നാല് എനിക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം നമ്മുടെ പോളിനെ ജീവിതത്തിൽ മുമ്പോട്ട് നയിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികളോ ഉണ്ടാകുമ്പോൾ അതിൽ കുടുങ്ങി പോകാതെ മുമ്പോട്ട് കുതിക്കാനായിട്ട് പോളിന്റെ ജീവിതം നമുക്കൊക്കെയും ഒരു പ്രചോദനമായിട്ട് മാറട്ടെ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.